പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സന്തോഷമല്ലേ എല്ലാവർക്കും അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? നിങ്ങളെ കാണുകയും നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കുകയും ചെയ്യുക എന്നത് വളരെ സന്തോഷമാണ്. കാരണം ഈ ലോകത്ത് ഏറ്റവും മഹത്വമുള്ളവരാണ് അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അറിവ് പഠിക്കുന്നതിൻ്റെ മഹത്വം അറിഞ്ഞും ആസ്വദിച്ചും പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ വലിയ നേട്ടമാണ്. പഠനത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വളരെ സ്നേഹപൂർവ്വം അതോടൊപ്പം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, നിങ്ങളുടെ അവകാശമാണ് പഠിക്കുന്ന സമയത്ത് സമാധാനവും സന്തോഷവും അനുഭവിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അറിവ് നേടുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു റൈറ്റാണ്. അറിവ് നേടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം, ഒന്നുകൂടി വ്യക്തമായി പറയാം, പഠനം നിങ്ങൾക്കൊരു വിഷമാകുന്നു, ഒരു പ്രയാസമാകുന്നു, ഒരു ബുദ്ധിമുട്ടാകുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സഹായം ചോദിക്കുക എന്നത്. ഒരു ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ് മനസ്സിലാകുന്നില്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് അത് പഠിപ്പിച്ചു തരുന്ന, ക്ലാസ് എടുത്തു തരുന്ന ഉസ്താദിനോടൊന്ന് ചോദിക്കണം. മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരണം എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഏത് വിഷയമാണോ മനസ്സിലാകാത്തത് ആ വിഷയം നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് അതിലൊരു പ്രയാസം നേരിടുമ്പോൾ ആ പ്രയാസവും തുറന്ന് സംസാരിക്കണം. വിദ്യാർത്ഥികൾ പലപ്പോഴും അബദ്ധങ്ങളിൽ പെട്ടുപോകാറ് എപ്പോഴാണെന്നറിയാം? ജീവിതത്തിൽ സന്തോഷം കുറയുമ്പോഴാണ്. സന്തോഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് എന്തിലാണ്? പഠനത്തിലാണ് സന്തോഷം ഉണ്ടാകേണ്ടത്. പഠനം എല്ലാവർക്കും ഒരുപോലെയല്ല, വ്യത്യാസവും ഉണ്ടാകും. എല്ലാ വിജ്ഞാന ശാഖകളും എല്ലാവർക്കും ഒരുപോലെ അല്ല, വ്യത്യാസം ഉണ്ടാകും. എല്ലാ വിജ്ഞാന ശാഖയും എല്ലാവർക്കും ഒരുപോലെയല്ല, വ്യത്യാസം ഉണ്ടാകും. പക്ഷേ വിജയിക്കാൻ ആവശ്യമായത് എല്ലാവർക്കും നേടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രാരാബ്ദങ്ങൾ നിങ്ങളുടെ അധ്യാപകരുടെ മുമ്പിൽ ഇറക്കി വെച്ച് ശീലിക്കണം. ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാര്യം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും, ഫാമിലിയിലോ സമൂഹത്തിലോ നിങ്ങളുടെ സഹപാഠികളിലോ നിങ്ങളൊരു പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എവിടെയെങ്കിലും വിഷമങ്ങൾ കൊണ്ട് നടന്നാൽ ആ വിഷമങ്ങളാണ് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ പലതരം അപകടങ്ങളിലേക്ക് ചെന്ന് ചാടിക്കുന്നത്. നിങ്ങൾ ഒരിടത്തും ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങളെ ഒരു വ്യക്തിയും ആക്രമിക്കാൻ പാടില്ല. നിങ്ങളൊന്നും സുരക്ഷിതരായിരിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്കതിന് കഴിയും. അറിവ് നേടുന്നതിൽ ഏറ്റവും വലിയ ഉയർന്ന സംവിധാനം, ഏറ്റവും മഹത്വമുള്ള സംവിധാനം മോറൽ എഡ്യൂക്കേഷനാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം എൻ്റെ മക്കൾ കുറച്ചൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഒരു കുറഞ്ഞ സമയം, അധിക ശ്രദ്ധയോടെ. എന്താണെന്നറിയാം? അക്കാദമിക് എഡ്യൂക്കേഷൻ സിസ്റ്റവും ഉണ്ട്, മോറൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഉണ്ട്. ഏതാണ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്നത്? മോറൽ എഡ്യൂക്കേഷനാണ്, അഥവാ മതവിജ്ഞാന സമ്പാദനമാണ് ഏറ്റവും ഉയർന്ന പ്രൊഫഷൻ. എന്തുകൊണ്ടാണ്? നിങ്ങളൊരു അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ കെമിസ്ട്രിയിലോ ബയോളജിയിലോ അതല്ലെങ്കിൽ ഫിസിക്സിലോ മറ്റേതെങ്കിലും ഒരു വിജ്ഞാന ശാഖയിൽ നിങ്ങൾ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവലംബിക്കുന്ന ഒരു പുസ്തകം, ആ പുസ്തകം രചിച്ച ഒരു രചയിതാവ്, ആ രചയിതാവിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുമോ എന്ന് പലപ്പോഴും പറ്റില്ല.
അതേസമയം നിങ്ങൾ ഫിഖ്ഹ് പഠിക്കുന്നു, ആ ഫിഖ്ഹ് പഠിക്കുന്ന അതിൻ്റെ ഒരു ഓദർ, അതിൻ്റെ രചയിതാവ് ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഇമാമുകൾ, അവരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. അപ്പോ പഠിക്കുന്ന വിജ്ഞാനം അത് നേടുന്ന അതിൻ്റെ സ്രോതസ്സായ വ്യക്തികൾ, അതിൻ്റെ സോഴ്സായ വ്യക്തികൾ, ആ വ്യക്തികൾ കൂടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണ്, നമുക്ക് ഇത്തിബാഴ് ചെയ്യാൻ പറ്റുന്നവരാണ് മോറൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ഏതിനേക്കാൾ? അക്കാദമിക്കൽ എഡ്യൂക്കേഷനേക്കാൾ. അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ പാടില്ല എന്ന് ഞാൻ പറയുന്നുണ്ടോ? ഇല്ല. അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ നേടണം, വിജ്ഞാനങ്ങൾ ഏതും നേടണം. പക്ഷേ നമ്മുടെ മോറൽ എഡ്യൂക്കേഷന്റെ മഹത്വവും അതിൻ്റെ പ്രവർത്തനക്ഷമതയും ക്രിയാത്മകതയും നമുക്ക് ബോധ്യപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ രത്നച്ചുരുക്കം. മറ്റൊന്ന്, അക്കാദമിക് എഡ്യൂക്കേഷനെ അപേക്ഷിച്ച് നമ്മൾ മോറൽ എഡ്യൂക്കേഷൻ നേടുമ്പോൾ, അഥവാ മതവിജ്ഞാനം നേടുമ്പോൾ, മതവിജ്ഞാനം കൂടുതൽ ക്രിയാത്മകമായ മുത്തസദ്ദിഫായ തഖ്ലീദാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഫിഖ്ഹ് പഠിക്കുമ്പോൾ നമ്മൾ ഉസൂലുൽ ഫിഖ്ഹ് പഠിക്കും, ഹദീസ് പഠിക്കുന്ന സമയത്ത് ഉസൂലുൽ ഹദീസ് പഠിക്കും, ഇങ്ങനെ തുടങ്ങി ഖുർആൻ പഠിക്കുന്ന സമയത്ത് തഫ്സീറുൽ ഖുർആനും അതിൻ്റെ ഉസൂലും പഠിക്കും, അഥവാ അതിൻ്റെ നിദാന ശാസ്ത്രം പഠിക്കും. മറ്റ് വിദ്യാഭ്യാസത്തെ അപേക്ഷിച്ച് അന്ധമായ അനുകരണത്തെ ഓപ്പോസിറ്റിൽ നിർത്തുന്നതാണ്. അന്ധമായി അനുകരിക്കുന്നതിന് പകരം അതിൻ്റെ ഉറവിടവും അതിൻ്റെ പ്രമാണ നിർദ്ധാരണവും, അഥവാ എങ്ങനെയാണ് അത് കണ്ടെത്തിയത് എന്ന വിജ്ഞാന ശാഖ കൂടി നാം പഠിക്കുന്നുണ്ട്. അപ്പോൾ മതവിജ്ഞാനം എന്നത് മറ്റു വിദ്യാഭ്യാസത്തെക്കാൾ ഏറെ മഹത്വമുള്ളതാണ് എന്നർത്ഥം. ഇനി നിങ്ങൾ സാധാരണ പോലെ ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? നാം വിജ്ഞാനം നേടുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച്. ഞാൻ ചെറിയൊരു സംഭവം പറയട്ടെ, ശ്രദ്ധിക്കൂലേ? നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ ഇരിക്കട്ടോ. കൂടുതൽ കംഫർട്ടായ നല്ല ഇരുത്തം ഇരിക്കും. ഓക്കെ ഓക്കെ നിങ്ങൾ എന്നെ കാണുന്നില്ലേ എല്ലാവരും? അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് സുറാഖത്ത് ബിൻ മാലിക്കുമായി കണ്ടുമുട്ടിയ ഒരു സന്ദർഭം. ഞാൻ ആ സംഭവം വിശദമായി പറയല്ല, ചുരുക്കി പറയാം, കാരണം കുറഞ്ഞ സമയമാണ് ഞങ്ങളോട് സംസാരിക്കാനുള്ളത്. ആ യാത്രയിൽ സുറാഖത്തും നബിതങ്ങളും കണ്ടുമുട്ടുന്ന രംഗം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ? ഇല്ലേ? ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടികൂടുന്നവർക്ക് 100 ഒട്ടകം പ്രഖ്യാപിച്ചു ശത്രുക്കൾ. അപ്പൊ ഈ 100 ഒട്ടകം കിട്ടാൻ വേണ്ടി നബിതങ്ങളെ പിടിക്കാൻ പോവുകയാണ് ആര്? സുറാഖത്ത്. നബിതങ്ങളെ പിടിച്ചു കൊണ്ടുകൊടുത്താൽ നബിതങ്ങളെ അവർക്ക് ഇല്ലായ്മ ചെയ്യാമെന്നതാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ ശത്രുപക്ഷത്ത് നിന്ന് നബിതങ്ങളെ പിടിക്കാൻ വേണ്ടി വരുന്ന സുറാഖത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, തങ്ങളെ കിട്ടുമെന്നായ ആ ഒരു നിമിഷം എത്തിയപ്പോൾ സുറാഖത്തിന്റെ യാത്ര ചെയ്തിരുന്ന വാഹനം മണലിലേക്ക് ആഴ്ന്നുപോയി. വാഹനത്തിന്റെ 2 കാലുകളും തന്റെ കുതിരയുടെ 2 കാലുകളും മണലിലാഴ്ന്നുപോയി. അങ്ങനെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായത്തിന് വിളിച്ചപ്പോൾ നബി തങ്ങൾ സുറാഖത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. സുറാഖത്ത് രക്ഷപ്പെട്ടു. രണ്ടാമതും സുറാഖത്ത് നബി തങ്ങളെ പിടിക്കാൻ വേണ്ടി വീണ്ടും വരാൻ ശ്രമിച്ചു. അപ്പോ വീണ്ടും വാഹനമായിരുന്നു. മൂന്നാമതും ശ്രമിച്ചു. 3 തവണയും നബി തങ്ങളെ രക്ഷപ്പെടുത്തി കൊടുത്തു. നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണ്. ആക്രമിക്കാൻ വന്നൊരു മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയാലുള്ള നേട്ടം എന്താണെന്ന് ഈ ചരിത്രത്തിൽ കാണാം. അഥവാ സുറാഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സുറാഖത്തിന് നബിതങ്ങൾ ഒരു ഡ്രീം സെറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരു ഗോൾ ഡ്രീം സെറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താണ്? സുറാഖത്ത് ഒരു സാധാരണക്കാരനാണ്, മക്കയിലെ വലിയ ഗോത്ര നേതാവോ ഗോത്ര പ്രമുഖനോ ഒന്നുമല്ല, സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ്.
ആ സുറാഖത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്നത്തെ ലോകോത്തര ഗ്ലോബലി ആഗോളാടിസ്ഥാനത്തിലുള്ള ലോക രാജ്യങ്ങളിൽ ഒന്നാണ് റോം. ആ ലോകരാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന്റെ രാജാവ്, ആ രാജാവ് ധരിക്കുന്ന അധികാരത്തിന്റെ ലക്ഷണമായ കിരീടവും വളകളും ആഭരണങ്ങളും കോട്ടും അത് ഈ സുറാഖത്തിനെ ധരിപ്പിക്കുന്ന ഒരു ദിവസം വരും എന്നത് നബി തങ്ങൾ ഡ്രീം ചെയ്തു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്താണ് ഈ പറയപ്പെട്ട ലോകരാജ്യങ്ങളിൽ ഒന്ന് യുദ്ധങ്ങളിൽ പരാജയപ്പെടുന്നു. ഗനീമത്ത് സ്വത്തിന്റെ കൂട്ടത്തിൽ ഈ രാജാവിന്റെ കിരീടവും ആഭരണങ്ങളും കോട്ടും ഒക്കെ കൊണ്ടുവരുന്നു. അതാരെ ധരിപ്പിച്ചു? സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിച്ചു. നമുക്ക് ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റണം. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ ചരിത്രം അറിയാം. ഈ സ്ഥാപനം ഇന്ന് നല്ല ഭംഗിയുള്ള ഉയർന്നു നിൽക്കുന്ന അഭിമാനം തോന്നുന്ന കെട്ടിടമാണ്. ഇത് ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു ചലനം, വിദ്യാഭ്യാസപരമായ ചലനം ആരംഭിക്കുമ്പോൾ പിന്തുണക്കാൻ കൂടുതൽ പേരൊന്നുമില്ല, ഇന്നുള്ള അത്ര ആളൊന്നുമില്ല. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് ഇത്രയും വിദ്യാർത്ഥികൾക്ക് നല്ല പ്രൗഢിയോടുകൂടെ ഭംഗിയായി ഇരിക്കാനും സംസാരിക്കാനും കേൾക്കാനും പഠിക്കാനും എല്ലാം അവസരമുള്ള നല്ലൊരു വിദ്യാഭ്യാസ സമുച്ചയമായി, നല്ലൊരു ക്യാമ്പസായി ഈ പ്രദേശം വളർന്നു. ഇത് ഒരാളുടെ ഡ്രീമിന്റെ ഫലമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ നയിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ഭരണകൂടത്തിന് പോലും ചെയ്തു തീർക്കാൻ കഴിയുന്നതിന്റെ മേലെ സാധിക്കാനുള്ള കാരണം പണ്ഡിതന്മാരുടെ ഡ്രീമാണ്, അവരുടെ സ്വപ്നമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളും നാളെ വലിയ നേതാവാകാനും വലിയ സംരംഭകനാകാനും വലിയ സയന്റിസ്റ്റ് ആകാനും വലിയ വിജ്ഞാന ശാഖകളുടെ വക്താക്കളാകാനും ഒക്കെ ശേഷിയുള്ളവരാണ്. നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ മൂലധനം. നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ. ഈ സമയം യൂസ് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധമാണോ? ഒരു ലക്ഷ്യം സ്ഥാപിക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ? നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയും. ഞാൻ ചെറിയ ഒരു സ്വഹാബി ഒരു കഥ കൂടി പറയട്ടെ, ശ്രദ്ധിക്കാവോ? ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, പറ്റുമെങ്കിൽ വിശദ വായന പിന്നീട് നിങ്ങൾ വായിക്കണം. ഉമൈർ റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പിതാവ് മരണപ്പെട്ടു. അങ്ങനെ മാതാവ് മറ്റൊരു വിവാഹത്തിന് തുനിയുന്നു. സമയമെത്തിയപ്പോൾ രണ്ടാമത് ഈ ഉമ്മയെ വിവാഹം ചെയ്തത് ഒരു ശാന്ത സ്വഭാവക്കാരനും ശാന്തപ്രകൃതനും മസ്ജിദുൻ നബവിയിൽ ജമാഅത്തുകൾക്കൊക്കെ സാധാരണഗതിയിൽ പങ്കെടുക്കുന്ന ആളുമാണ്. പക്ഷേ ഒരു ദിവസം ഒരു അസാധാരണ സംഭവം ഉണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിരിവ് പ്രഖ്യാപിച്ചു. സംഭാവന പ്രഖ്യാപിക്കുക, സംഭാവന ചോദിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഇരുതരം നേട്ടങ്ങളുള്ള ഒരു പ്രവർത്തനമാണ്. ഒന്ന്, സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കും. ഉദാഹരണത്തിന് സംഭാവനകളാണ് ഇവിടെ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി, ഇത് ഈ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കി. മറ്റൊന്ന്, ഈ സംഭാവന നൽകുന്നവരിലും അത് ഒരുപാട് ശുദ്ധീകരണങ്ങൾ ഉണ്ടാകും. ശുദ്ധീകരിക്കുകയും ആത്മസംസ്കരണം, പ്യൂരിഫിക്കേഷൻ, ഒരു സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം നടക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ദാനധർമ്മങ്ങൾ. അപ്പോ അങ്ങനെ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ പിരിവ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും പിരിവ് കൊടുക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി മഹാന്മാരൊക്കെ സംഭാവന കൊടുക്കുന്നു. പക്ഷെ തൻ്റെ ഈ എളാപ്പ അല്ലെങ്കിൽ തൻ്റെ ഈ ഇപ്പോ ഉമ്മയുടെ പിതാവ്, ഉമ്മയുടെ ഭർത്താവായിട്ടുള്ള ഈ മനുഷ്യൻ, അദ്ദേഹം സംഭാവന കൊടുക്കുന്നേ ഇല്ല. അദ്ദേഹം അത്യാവശ്യം സാമ്പത്തിക സ്വസ്ഥതയുള്ള ആളുമാണ്. അപ്പോ ഈ ഉമൈർ എന്ന കൊച്ചുമോൻ അപ്പൊ ഒരു 10 വയസ്സായി കാണും. ഇതിൽ 10 വയസ്സായ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ചെറിയ മക്കൾ, ഒരു 5ാം ക്ലാസ് ആ ഒരു തലത്തിലുള്ള മക്കൾ.
ഈ മോന് ഈ എളാപ്പയോട് ചോദിക്കുന്നു, എളാപ്പ നിങ്ങൾ എന്താണ് സംഭാവന ഒന്നും കൊടുക്കാത്തത്? അപ്പോ ഈ മനുഷ്യൻ വളരെ മോശമായി പ്രതികരിച്ചു. അഥവാ മദീനയിൽ ഒരു പറ്റം ആൾക്കാരുണ്ടായിരുന്നു. അവർ ഉള്ളിൽ നബി തങ്ങളോട് ശക്തമായ വിരോധമുള്ളവരാണ്. പുറത്ത് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന്റെ ആളായി അഭിനയിക്കുകയും ചെയ്യും. പള്ളിയിലുണ്ടാകും, ജമാഅത്തിനുണ്ടാകും, എല്ലാറ്റിനും ഉണ്ടാകും. പക്ഷേ ഒരു ഫലപ്രദമായി ഇടപെടേണ്ട ഒരു സംഭാവന കൊടുക്കാനോ മറ്റു വിഷയങ്ങളോ എത്തുമ്പോൾ അവർക്കതിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, വിരോധവും കൂടിയാണ്. ഉള്ളിൽ വിരോധം കൊണ്ട് നടക്കുകയും പുറത്ത് സ്നേഹം നടിക്കുകയും ചെയ്യുന്ന ഇവർ, അവരിൽ പെട്ട ആളായിരുന്നു അന്ന് ഈ ജുസാൽ എന്ന് പേരുള്ള മനുഷ്യൻ. അദ്ദേഹം നബിതങ്ങളെ കുറിച്ച് മോശമായി പ്രതികരിച്ചപ്പോൾ 10 വയസ്സുകാരനായ ഉമൈർ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ എളാപ്പ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യണം? ഈ പരാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആളെ വിട്ടിട്ട് ഈ എളാപ്പയോട് വരാൻ പറഞ്ഞു, ഈ മനുഷ്യനോട് വരാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ മോശമായി പ്രതികരിക്കുന്നുണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടേ ഇല്ല. ഈ പറച്ചിലായപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്ഥിരമായി ജമാഅത്തിന് വരുന്നൊരു മനുഷ്യനെ കുറിച്ച് ഈ ചെറിയൊരു മോന് ഇങ്ങനെ പരാതി പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? ഇല്ല. അപ്പൊ ഉമൈർ ആകെ പ്രതിസന്ധിയിലായി. ഉമൈർ കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉമൈർ പ്രതിസന്ധിയിലായി. ഉമൈർ സത്യസന്ധമായി കാര്യങ്ങൾ പറയുകയും ഇടപെടുകയും ചെയ്തെങ്കിലും ഈ എളാപ്പ ഇത് നിഷേധിച്ചപ്പോൾ ഉമൈർ കുടുങ്ങിപ്പോയി. പക്ഷെ ഉമൈർ എന്ത് ചെയ്തു എന്നറിയോ? ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. വളരെ ഇഖ്ലാസോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ, ഞാൻ ഇതിൽ നിരപരാധിയാണ്, ഇപ്പൊ ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കണം, നബി തങ്ങളെ അറിയിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ആയത്തിറങ്ങി, യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലൂ വലഖദ് ഖാലൂ കലിമത്തൽ കുഫ്രി വകഫറൂ ബഅദ ഇസ്ലാമിഹിം വഹമ്മൂ ബിമാ ലം യനാലൂ വമാ നഖമൂ ഇല്ലാ അൻ അഗ്നാഹുമുല്ലാഹു വറസൂലുഹു മിൻ ഫദ്ലി. ഈ ആയത്തിറങ്ങി. ആ ആയത്തിൽ പരാമർശിക്കുന്നത് അവർ കളവ് പറയുകയാണ്. കളവ് പറഞ്ഞിട്ട് അതിന് കൂടെ സത്യവും ചെയ്യാണ്. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, അവർ പിന്മാറുന്നില്ലെങ്കിൽ യുഅദ്ദിബുഹുമുല്ലാഹു അദാബൻ അലീമൻ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷിക്കും, നിങ്ങൾ കരുതിയിരുന്നോളൂ എന്നർത്ഥം വരുന്ന ആയത്താണ് ഇറങ്ങി. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങി നബി തങ്ങളെ ഓതി കേൾപ്പിക്കുന്നത് കേട്ടപ്പോ പോകാൻ നിന്നിരുന്ന മനുഷ്യൻ തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനാണ് കളവ് പറഞ്ഞത്. ഉമൈർ പറഞ്ഞത് സത്യമാണ്. ഞാൻ തൗബ ചെയ്ത് പിന്മാറുന്നു. ഇതുവരെ എന്റെ മനസ്സിൽ അങ്ങയോടും ഇസ്ലാമിനോടൊക്കെ വെറുപ്പായിരുന്നു. ഇപ്പൊ എന്റെ വെറുപ്പൊക്കെ മാറി എന്റെ മനസ്സിൽ സത്യം ബോധ്യപ്പെട്ടു. ഞാൻ പിന്മാറുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ നന്നായി. ആ മനുഷ്യൻ എപ്പോഴും ഉമൈറിനെ ചേർത്ത് പിടിച്ച് പറയായിരുന്നു, എന്റെ ദുനിയാവും എന്റെ ആഖിറവും രക്ഷപ്പെടുത്തിയ മോനാണ് ഉമൈർ എന്ന് പറയുകയായിരുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാം? നമുക്കും ഈ ഒരു ശേഷിയുണ്ട്, നമ്മുടെ മാതാപിതാക്കളെ തിരുത്താൻ. ആവശ്യമായാൽ ഒരു മുതിർന്ന ഒരാളോട് അവരുടെ ആദരവൊക്കെ നിലനിർത്തി പെരുമാറാനും ആദരവൊക്കെ നിലനിർത്തി സമീപിക്കാനുമുള്ള കഴിവും സ്കില്ലുമുള്ളവരാണ് നമ്മൾ. നമ്മുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്, നമ്മുടെ ശേഷി ഒന്ന് വേറെ തന്നെയാണ്, നമ്മുടെ അട്രാക്ഷൻ, ആകർഷണീയത ഒന്ന് വേറെയാണ്. അതുകൊണ്ട് നാം ഈ ആകർഷണീയത ഉൾക്കൊള്ളുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിൽ, ഒരു ക്യാമ്പസിൽ, ഒരു എഡ്യൂക്കേഷണൽ ക്യാമ്പസിൽ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആസ്വദിച്ച് പഠിക്കുന്നവരാകണം. പഠനം നിങ്ങളുടെ പോരാട്ടമാണ്, പഠനം നിങ്ങളുടെ നിർമ്മിതിയാണ്. നാളെ സ്ഥാപനങ്ങൾ നയിക്കേണ്ടവർ നിങ്ങളാണ്, നാട് നയിക്കേണ്ടവർ നിങ്ങളാണ്, നാളെ കുടുംബങ്ങളെ നയിക്കേണ്ടവർ നിങ്ങളാണ്, നാളെ വലിയ സംരംഭങ്ങൾ നയിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെല്ലാം കഴിയും.
നിങ്ങൾ അത്രയും ഗംഭീരമായ ഒരു ജീവിതം മുമ്പിലുള്ള അത്ര വലിയ ഒരു സൗഭാഗ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവരാണ്. അത് നിങ്ങൾ ബോധവാന്മാരാവുകയും നിങ്ങൾ പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ, വളരെ സ്നേഹത്തോടെ, ഒരു വിദ്യാഭ്യാസം നുകരുന്നവരെന്ന ബഹുമാനത്തോടെ ഞാൻ നിങ്ങളോട് ഈ സമയം ഉണർത്തുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ മറ്റൊരു ഡ്രഗ്സ്, ലഹരി ആവശ്യമുള്ളവരാകരുത്. നിങ്ങളെ ഏറ്റവും വലിയ ലഹരി നിങ്ങളുടെ ജീവിതമാണ്. ഏറ്റവും വലിയ ലഹരി നിങ്ങളുടെ ഉയർച്ചയാണ്, നിങ്ങളുടെ കഴിവുകളാണ്, വലിയ സ്കില്ലുകൾ. ഭക്ഷണം കഴിച്ച ഉടനെ ആവുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. ഒന്ന് എഴുന്നേറ്റിരിക്കണോ? എഴുന്നേറ്റിട്ടിരിക്കണോ? വേണോ? കിടക്കണം എന്നുള്ളവർക്ക് കിടക്കാട്ടോ. ഓക്കെ. അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി എന്തായിരിക്കണം? നമ്മുടെ ഭാവി, നമ്മുടെ ഉയർച്ച, നമ്മുടെ പഠനം. ജീവിതത്തിൽ നിങ്ങൾ ഒരാളെയും പേടിക്കരുത്. ജീവിതത്തിൽ നിങ്ങൾ ഒരാളെ പേടിക്കരുത്. ആരെയാ നിങ്ങൾ പേടിക്കാറുള്ളത്? ഉസ്താദുമാരെ പേടിക്കണോ? വേണ്ട. ഉസ്താദുമാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഉസ്താദുമാരുമായി നിങ്ങൾക്ക് അഭേദ്യമായ നല്ല ബന്ധം ഉണ്ടാകണം. ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താദുമാരെ സമീപിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും നിങ്ങൾ ഉസ്താദുമാരോട് തുറന്ന് സംസാരിക്കണം. ഒളിച്ചു വെക്കേണ്ട ആവശ്യം വരരുത്. എപ്പോഴാ ഒളിച്ചു വെക്കേണ്ട ആവശ്യം വരിക? ഒരബദ്ധം സംഭവിച്ചാൽ. അബദ്ധം ഒളിച്ചു വെക്കണോ? വേണ്ട. അബദ്ധം ഒളിച്ചു വെക്കുന്നത് ഗിൽറ്റാണ്. ഗിൽറ്റ് ഒരു ഡാമേജാണ്. ഗിൽറ്റ് ഒരു ഡാമേജാണ്. കുറ്റം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഒരു ഡാമേജാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു കുറ്റം ചെയ്താൽ തൗബ ചെയ്യണം. അതിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, നമുക്ക് മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉസ്താദുമാരോട് ചോദിക്കണം, എനിക്കിങ്ങനെ അബദ്ധമുണ്ട്, ഞാൻ എങ്ങനെയാണ് തിരുത്തേണ്ടത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? റിയാദുസ് സ്വാലിഹീനൊക്കെ ഓതിയിട്ടുണ്ടാവുമല്ലോ. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു മനുഷ്യൻ 100 പേരെ കൊന്നു. ആ 100 പേരെ കൊന്നുപോയ മനുഷ്യന് പിന്നീട് തോന്നി ഒന്ന് നന്നാകണം. അയാളോട് ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? നിങ്ങൾ ഇപ്പോൾ തെറ്റുകൾ ചെയ്ത് ജീവിച്ച നാട്ടിൽ നിന്ന് മാറി താമസിക്കണം. അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നിങ്ങൾക്ക് തൗബയുണ്ട്, നിങ്ങൾക്ക് നല്ലവനായി ജീവിക്കാം. അങ്ങനെയാണ്. തൗബ ചെയ്ത തെറ്റുകൾ സംഭവിച്ചാൽ തൗബ ചെയ്യാം. തെറ്റുകൾ കൊണ്ട് നടന്ന് ജീവിക്കുന്നത് ഗിൽറ്റാണ്. അത് കുറ്റം പേറി ജീവിക്കലാണ്. കുറ്റം പേറി ജീവിച്ചാൽ ആത്മവിശ്വാസം ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും? ഇല്ല, ആത്മവിശ്വാസം ഉണ്ടാവില്ല. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ നല്ലതായിരിക്കണം, എന്നാലേ ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. സ്വകാര്യ നിമിഷങ്ങൾ നല്ലതായിരിക്കണം, എന്നാലാണ് ആത്മവിശ്വാസം ഉണ്ടാവുക. പിന്നൊന്ന്, ആനന്ദം. എപ്പോഴും ആഘോഷങ്ങൾ വേണം. എപ്പോഴും നമ്മൾ ആഘോഷിക്കണം. സെലിബ്രേഷൻ എപ്പോഴും വേണം. ആഴ്ചയിൽ ഒരു സെലിബ്രേഷൻ എങ്കിലും നമുക്ക് വളരെ നിർബന്ധമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അൽ ജുമുഅത്തു ഈദുൽ മുഅ്മിനീൻ. ജുമുഅ എന്നത് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ആഘോഷ ദിവസമാണ്. വെള്ളിയാഴ്ച എപ്പോഴാണ് ആരംഭിക്കുന്നത്? വ്യാഴാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതോടൊപ്പം വെള്ളിയാഴ്ച ആരംഭിച്ചു. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആഘോഷിക്കണം. ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്? മദ്യപിച്ചിട്ട് ആഘോഷിച്ചാൽ അതൊരു സുഖമാണോ? അല്ല. എന്തുകൊണ്ടൊക്കെ സുഖമല്ല? മദ്യപിച്ച് ആ ലഹരിയൊക്കെ ഒഴിവായാൽ അയാളെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അയാളെ ഒരു നിസ്സാരത അല്ലേ? വലിയ ഉന്നതനാണ്, അദ്ദേഹം മദ്യപിച്ചാൽ വഴികിടക്കും. അയാൾ മദ്യപിച്ചാൽ അയാൾക്ക് അയാളുടെ നിലവാരത്തിൽ പെരുമാറാൻ കഴിയോ? ഇല്ല. അപ്പൊ അതൊരു അന്തസ് കേടാണ്, അതൊരു വഷളൻ ഏർപ്പാടാണ്. അപ്പൊ ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്? ആഘോഷിക്കേണ്ടത് അത് റീകോൾ ചെയ്യുമ്പോൾ, അത് ഓർമ്മിക്കുമ്പോഴും ആനന്ദമുള്ള കാര്യം ചെയ്തിട്ടാണ് ആഘോഷിക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസം ആഘോഷിക്കേണ്ടത് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുക. ഭയങ്കര ആനന്ദമാണ്.
തസ്ബീഹ് നിസ്കാരം ഭയങ്കര സുഖമുള്ളതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നു, സൂറത്തുൽ കഹ്ഫ് 3 തവണ പാരായണം ചെയ്യുന്നു, ഭയങ്കര ബെറ്റർ ആണ്. കാരണം 2 വെള്ളിയാഴ്ചക്കിടയിൽ പരലോകത്തെത്തുന്ന സമയത്ത് നമുക്ക് ഒരു നൂർ, ഒരു വെളിച്ചം, ഒരു ബ്രൈറ്റ്നസ്, അത് നമ്മളിൽ കൂടെ നിലനിൽക്കുന്ന ഒന്നാണ് സൂറത്തുൽ കഹ്ഫ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സ്വലാത്ത് ചെല്ലും. സ്വലാത്ത് ചെല്ലുന്നത് എന്താ? ലോകത്തെ ഏറ്റവും വലിയ നേതാവ്, സൗന്ദര്യമുള്ള നേതാവ്, ആരോഗ്യമുള്ള നേതാവ്, സാമർഥ്യമുള്ള നേതാവ്, പ്രഭാഷകനായ നേതാവ്, അങ്ങനെ തുടങ്ങി കഴിവുകൾ എന്തൊക്കെയുണ്ടോ എല്ലാം ഉള്ള നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, ലോകത്തെ ഏറ്റവും സെലിബ്രിറ്റിയായ മനുഷ്യൻ, ലോകത്തെ ഏറ്റവും വലിയ താരം, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ആഘോഷിക്കണം. സ്വലാത്ത് ധാരാളം ചൊല്ലുമ്പോൾ അതൊരാഘോഷമാണ്. ഇപ്പൊ നമ്മുടെ യൂണിഫോം വൈറ്റ് അല്ലേ? ഇത് ഏറ്റവും നല്ല കളർ ഏതാണ്? വൈറ്റാണ്. നിങ്ങൾ നേഴ്സുമാരെ കണ്ടിട്ടില്ലേ? രോഗികളെ ശുശ്രൂഷിക്കുന്ന സമയത്ത് നേഴ്സുമാര് വെള്ള വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കാണുമ്പോൾ സമാധാനം ഉണ്ടാകും. വെള്ളവസ്ത്രം കാണുമ്പോൾ സമാധാനം ഉണ്ടാകും. അതുകൊണ്ടാണ് വെള്ളവസ്ത്രം ധരിക്കുന്നത്. രോഗമുള്ളവർക്കല്ലേ സമാധാനം കൂടുതൽ ആവശ്യം. അപ്പോ വെള്ളവസ്ത്രം നമ്മുടെ യൂണിഫോമാണ്. തലപ്പാവ് നബിതങ്ങളെ ഇത്തിബാഴ് ചെയ്യുന്നതിന്റെ ഒരു സൂചനയാണ്. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്റെ വക്താവാണ് നമ്മൾ. ലോകത്തെ ഏറ്റവും വിജ്ഞാനമുള്ള മനുഷ്യന്റെ വക്താവാണ് നമ്മൾ. അപ്പൊ നമ്മളൊരു തലപ്പാവ് ധരിക്കുമ്പോ ഈ തലപ്പാവ് അറിവിന്റെ സൂചകമാണ്, നോളേജിന്റെ സൂചകമാണ്. അതുപോലെ നമ്മുടെ കഴിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്തെ ഏറ്റവും എല്ലാ വിജ്ഞാനത്തിന്റെയും സ്രോതസ്. ഏത് സയൻസിനും ഖുർആൻ ഒരു സ്രോതസ്സാണ്, ഖുർആൻ ഒരു ഉറവിടമാണ്. ഒന്ന് എഴുന്നേറ്റിരിക്കലും നല്ലതെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നോക്കുന്നു. ചലനം. പ്രയാസപ്പെടുത്തുന്നു. അയ്യോ, നിങ്ങളെ കൂട്ടത്തിൽ ആരാ നല്ല ഖസീദകൾ ഏതെങ്കിലും ചെല്ലുന്നവരുള്ള ഉണ്ടോ? 2 പേര് ചെല്ലാവോ? എനിവൺ? അയ്യോ ഹദിൽ സവരി ഒരു 2 പേര് ഖസീദ ചൊല്ലിയിട്ട് ഏറ്റി ചെല്ലാൻ പറ്റൂലേ? ഓ മതി. ജുലൂസ്. അപ്പോ നിൽക്കുന്നവർക്ക് നിൽക്കട്ടോ, നിങ്ങളെ കംഫർട്ട് നേരെ. അപ്പോ ഏറ്റവും നല്ല അറിവിന്റെ ഉറവിടമാണ് ഖുർആൻ. ഖുർആനിന്റെ വക്താക്കളാണ് നമ്മൾ. ഇത് ലോകത്താരുടെ മുമ്പിലും പറയാൻ കഴിവുള്ളവരാകണം. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് പറയാം. കരിയറിൽ നിങ്ങൾക്ക് ഈ ഒരു മോറൽ എഡ്യൂക്കേഷൻ, മതവിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് കരിയറിലെ ഏതെങ്കിലും സാധ്യതകൾക്ക് തടസ്സമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എഞ്ചിനീയർ ആകണോ? നിങ്ങൾക്ക് വക്കീലാകണോ? നിങ്ങൾക്ക് ഡോക്ടർ ആകണോ? നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു പ്രൊഫഷൻ ആകണം. എല്ലാ പ്രൊഫഷനിലും ഏറ്റവും നല്ല അവസരമാണ് മതവിജ്ഞാനം. കാരണം ഇനിയുള്ള കാലത്ത് ഏതൊരു അതോറിറ്റിയും ഒരു കാൻഡിഡേറ്റിനെ, ഒരു വക്താവിനെ തെരഞ്ഞെടുക്കുന്നത് കേവലം നോളേജ് നോക്കിയിട്ടല്ല. നോളേജിന് പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോളേജിന്റെ കൂടെ എന്തുകൂടി വേണം? നോളേജിന് പ്രസക്തി കുറയാന്ന് പറഞ്ഞാൽ നോളേജ് മാത്രം പോരാ എന്നർത്ഥം. എന്തുകൂടി വേണം? സ്പിരിച്വൽ കോഷൻ കൂടി വേണം. സ്പിരിച്വൽ കോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീയത ഉണ്ടാകണം. അഥവാ ബ്ലഡിനെ കുറിച്ച് അറിയാം, പക്ഷേ ഒരു അപകടം പറ്റിക്കിടക്കുന്ന ഒരു മനുഷ്യന് രക്തദാനം ചെയ്യാൻ മനസ്സില്ലെങ്കിൽ ആ അറിവിനെന്ത് പ്രസക്തിയാണ്? അതുപോലെ ഒരാൾക്ക് മെഡിക്കൽ സയൻസ് അറിയാം, പക്ഷെ അയാൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിലൊരു യാത്രക്കാരൻ അപകടം പറ്റി ചോര വാർന്ന് കിടക്കുമ്പോൾ അയാൾക്ക് മെഡിക്കേഷൻ കൊടുക്കാൻ അയാൾക്ക് പറ്റില്ല. വലിയ മെഡിക്കേഷൻ സംവിധാനമുണ്ട്, വലിയ ചികിത്സാ സംവിധാനമുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടറാണ്. ആ ഡോക്ടർ
അടക്കാൻ, പേ ചെയ്യാൻ, ബില്ലടക്കാൻ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ രോഗിയെ തിരിച്ചയക്കുന്നു. രോഗിയെ ചികിത്സിക്കാൻ സന്നദ്ധമല്ല, ആദ്യം ക്യാഷ് കെട്ടിവെക്കണം. ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ ഓപ്പറേഷൻ തടയുന്നു. എങ്കിൽ പിന്നെ എന്ത് നോളേജ്? പിന്നെ അയാളുടെ നോളേജ് കൊണ്ട് എന്ത് കാര്യമാണ്? 10 കോടിയുടെ പ്രൊജക്ട് ഒരു ഗതാഗതത്തിന് വേണ്ടി നടപ്പിലാകുന്നു, പാസ്സാകുന്നു. 1 കോടി പോലും റോഡിൽ ഇറങ്ങുന്നില്ല. എന്തേ കാരണം? ഇവന് നോളേജ് ഉണ്ട്, പക്ഷേ SQ ഇല്ല, സ്പിരിച്വൽ കോഷൻ ഇല്ല. അത് നാടിന്റെ ശാപമായി വളരുന്നു. വലിയ അതോറിറ്റികൾ അവരുടെ സംരംഭങ്ങൾ വികസിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ ആരെ തെരഞ്ഞെടുക്കും? ഈ മതവിവരമുള്ളവരെ തെരഞ്ഞെടുക്കും. അതിന് നാം എല്ലാ അറിവുമുള്ളവരായി മാറണം. എല്ലാ അറിവും നേടാൻ നമ്മൾ സന്നദ്ധമാകണം. നല്ല നമ്മുടെ സ്കില്ലിനനുസരിച്ച്, നമ്മളെ നൈപുണ്യങ്ങൾക്കനുസരിച്ച് നല്ലൊരു ഭാവി നാം ഡ്രീം ചെയ്യണം. ഏറ്റവും നല്ല ഭാവി ഏതാണ്? മതപാണ്ഡിത്യം എന്നതാണ്. എന്തുകൊണ്ടാണ്? ഇത് തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ഒരു വിദ്യാർത്ഥി സഞ്ചയം, ഒരു വിദ്യാർത്ഥി സംഘം, ഈ സംഘം അറിവും ആഹാരവും നേടി വളരുന്നത് ഒരു പണ്ഡിതന്റെ കേന്ദ്രത്തിലല്ലേ? തീർച്ചയായും. ഇതുപോലൊരു ക്രിയാത്മകത വേറെ ഒരു പ്രൊഫഷനും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ, കാന്തപുരം ഉസ്താദിനെ കേട്ടിട്ടില്ലേ? കാന്തപുരം ഉസ്താദ് ഒരു പക്ഷേ കേരളത്തിനും ഇന്ന് ഇന്ത്യക്ക് പുറത്തും വലിയ ഒരു സമൂഹത്തിന്, അഥവാ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് അവർക്ക് ഡയറക്ഷൻ നൽകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വലിയ ഒരു മാനുഷിക വിഭവമായി ഉസ്താദ് മാറിയിരിക്കും. അത് മതപാണ്ഡിത്യത്തിന്റെ ഒരു ഫലമാണ്. ഈ പാണ്ഡിത്യം നിങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് നൽകാം. നിങ്ങൾ ഉന്നതരാകാൻ ആവശ്യമായ ഒരു 3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നടത്തും. അതിലൊന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുക. അത് നിങ്ങളുടെ നിലവാരമാണ്, നിങ്ങളുടെ കഴിവാണ്. പാരൻസിനോട് വാശിയോടെ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പെരുമാറുന്നത് കഴിവല്ല, കഴിവുകേടാണ്. എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. ഇപ്പോ നാട്ടിലിറങ്ങി നമ്മൾ ആരെങ്കിലും വെല്ലുവിളിക്കുന്നത് കഴിവല്ല, കഴിവുകേടാണ്. ഒരാൾ അഭ്യാസം കാണിക്കുന്നു, കായികമായി ഒരാളെ നേരിടുന്നു. കായികമായി നേരിടുക എന്നത് കഴിവല്ല, കഴിവുകേടാണ്. ഇപ്പൊ വിദ്യാലയങ്ങളിലൊക്കെ കാണാം. ഈ സമീപ ദിവസം ഒരു ടേബിൾ ടോക്ക് നടന്നു പാലക്കാട് ജില്ലയിൽ വെച്ച്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അവിടെ ചർച്ചാ വിഷയമായ ഒരു മാറ്ററായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി തല്ലുകൾ നടക്കണം. നമ്മുടെ വിദ്യാലയങ്ങളല്ല, ഭൗതിക കലാലയങ്ങളിൽ വ്യാപകമായി തല്ലുകൾ നടക്കുന്നു. തല്ല് നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കരുതുന്നത് തല്ലി ജയിക്കുന്നത് കഴിവാണ്. തല്ലി ജയിക്കുന്നത് കഴിവല്ല, കഴിവുകേടാണ്. അത് ഏത് ഗുണ്ടക്കും പറ്റും, അത് ഏത് കഴിവുകെട്ടവനും കഴിയും. അത് മൃഗങ്ങളുടെ കഴിവാണ്. കായികമായി ജയിക്കുക എന്നത്, ജയിക്കുന്ന കഴിവെപ്പോഴാണ്? ആർട്ട് കൊണ്ട് ജയിക്കണം, കലകൾ കൊണ്ട് ജയിക്കണം. കലകൾ കൊണ്ട് ജയിക്കുന്നതാണ്, ആർട്ടുകൾ കൊണ്ട് ജയിക്കുന്നതാണ് കഴിവ്. കഥ കൊണ്ടും കവിത കൊണ്ടും പ്രഭാഷണം കൊണ്ടും അറിവ് കൊണ്ടും ജയിക്കുന്നതാണ് വിജയം. മറ്റത് വിജയമല്ല, മൂല്യമല്ല, കഴിവല്ല, കഴിവുകേടാണ്. തല്ലി ജയിക്കുന്നത് കഴിവുകേടാണ്. യഥാർത്ഥ വിജയം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കുന്നവർക്ക് നബി തങ്ങൾ അഫ്വ് ചെയ്യുന്നു. തഅഫു അമ്മൻ ളലമ, ആക്രമിച്ചവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു. വിട്ടുവീഴ്ച ചെയ്യൽ കഴിവാണ്. ആ വിട്ടുവീഴ്ച കൊണ്ട് ഇന്ന് നിങ്ങൾ നോക്കൂ, ലോകം മുഴുവനും എത്തിപ്പിടിച്ച ഒരു പ്രത്യയശാസ്ത്രമായി പരിശുദ്ധ ഇസ്ലാം ഉയർന്നു നിൽക്കുന്നു. നബിതങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സ്വന്തം പിറന്ന നാട്ടിൽ ജീവിക്കാൻ പ്രയാസപ്പെടുത്തിയിരുന്ന സമൂഹം, ആ സമൂഹത്തെ നിയമപരമായി കൊല്ലാൻ അർഹതപ്പെട്ട രീതിയിൽ നബിതങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കും. എപ്പോ? ഹിജ്റയുടെ 8-ാം വർഷം, ആമുൽ ഫത്ഹ് മക്കയുടെ വർഷം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങൾ മോചിതരാണ്, നിങ്ങളെ കൊല്ലാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി?
അവിടെയുള്ള ബാക്കിയുള്ള വിരോധമുള്ള മനുഷ്യരുടെ മനസ്സിലും കൂടെ ആ ശത്രുത മാറി അവർ ഇസ്ലാമിന്റെ വക്താക്കളായി. ലോകം മുഴുവനും ഇസ്ലാം എന്താണ് എന്നും യഥാർത്ഥ മാനുഷിക മൂല്യം എന്താണെന്നും മനസ്സിലാക്കും. ഇന്നുവരെ എതിർക്കപ്പെടാൻ കഴിയാത്തൊരു ആദർശമായി ഇസ്ലാം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നിലപാട് കൊണ്ടാണ്. അത് കഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുമ്പോഴും വിട്ടുവീഴ്ച ചെയ്തത് നബി തങ്ങളുടെ കഴിവായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാതാപിതാക്കളെ സ്നേഹം കൊണ്ട് അതിജയിക്കൽ നിങ്ങളുടെ കഴിവാണ്. അത് നിങ്ങളുടെ ഏത് മേഖലയിലുമുള്ള ഉയർച്ചയുടെ അടിവേരാണ്, നിങ്ങളുടെ ഊർജമാണ്. മറ്റൊന്ന്, നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ ഒരു ഫിസിക്കൽ പാരന്റാണ്. ആത്മാവിന്റെ രക്ഷിതാക്കളാണ് നിങ്ങളുടെ അധ്യാപകർ. ആ അധ്യാപകരോട് നല്ല ബന്ധം സ്ഥാപിക്കുക എന്നത് നിങ്ങളുടെ കഴിവാണ്. അവർ നമ്മുടെ ഗുണത്തിനു വേണ്ടി ജീവിക്കുന്നു, അവർ നമ്മുടെ ഗുണം ആഗ്രഹിക്കുന്നു, അവർ നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി സമർപ്പിക്കുന്നു, പരിശ്രമിക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു. അവരെ പിന്തുണക്കുക, അവരെ സഹായിക്കുക, അവരെ കൂടെ നിൽക്കുക, അവർക്ക് സ്നേഹം നൽകുക, അവർക്ക് ബഹുമാനം നൽകുക, അവരെ കേൾക്കുക. അത് നമ്മുടെ കഴിവാണ്, അത് നമ്മുടെ ഉയർച്ചയാണ്, അത് വലിയ ആനന്ദമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നേടിയാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിടത്തിലും പരാജയപ്പെടില്ല. ഒരിടത്തിലും നിങ്ങൾ പരാജയപ്പെടില്ല. ലോകത്ത് വിജയിച്ച എല്ലാവരിലും ഈ രണ്ട് പോയിന്റ് കാണാം. സ്വന്തം മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അവൻ മുസ്ലിമായാലും മുസ്ലിം അല്ലെങ്കിൽ പോലും ഭൗതിക ലോകത്ത് വിജയിച്ചിരിക്കും. ആത്മീയ ലോകത്ത് ഭൗതിക ലോകത്തെക്കാൾ വിജയം നേടാൻ മുസ്ലിമായവന് കഴിയും. അവന് ഇത് തന്നെയാണ് ഉറവിടം വേണ്ടത്. മൂന്നാമത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട എൻ്റെ ഈ എന്താ പറയേണ്ടത്, എല്ലാ അർത്ഥത്തിലും പുഷ്പം കണക്കെ പുഷ്പിച്ചു നിൽക്കുന്ന ധന്യമായ ജീവിതത്തിന്റെ വക്താക്കളായ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നിങ്ങളുടെ സഹപാഠികളുടെ കൂടെ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ജീവിക്കാൻ പറ്റണം. സഹപാഠികളുടെ കൂടെ സന്തോഷപൂർവ്വം ജീവിക്കാൻ പറ്റണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സന്തോഷം ബ്രേക്കബിൾ ആകുന്നു, മുറിഞ്ഞു പോകുന്നു, നിങ്ങളുടെ ഹാപ്പിനെസ് മുറിഞ്ഞു പോകുന്നു, നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നുവെങ്കിൽ അവിടെ സ്വയം നേരിടുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഗുരുനാഥന്മാരോട് എന്ത് ചെയ്യണം? കൂടിയാലോചിക്കണം. എനിക്കിങ്ങനെ ഒരു പ്രയാസമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? സഹപാഠികളോടെല്ലാം നിങ്ങൾക്ക് എന്നും സന്തോഷത്തോടെ പെരുമാറാൻ പറ്റണം. അങ്ങനെ പെരുമാറാൻ പറ്റണം എന്നത് നിങ്ങളുടെ ടാസ്കായി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ 5 പേരോ 10 പേരോ ഒരു ബാച്ചിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം എപ്പോഴും ഉൾക്കൊണ്ടും പരസ്പരം ചേർന്ന് നിന്നും ജീവിക്കാൻ പറ്റണം. അവിടെ എവിടെയെങ്കിലും തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തടസ്സം നിങ്ങൾ പരിഹരിക്കണം. പരിഹരിക്കേണ്ടത് എങ്ങനെ? പരിഹരിക്കേണ്ടത് ഗുരുനാഥന്മാരുടെ സഹായത്തോടുകൂടെ. കാരണം നിങ്ങളുടെ ഗുരുനാഥന്മാർ നിങ്ങളുടെ മെന്റർമാരാണ്, നിങ്ങളുടെ പ്രധാന ഉപദേശികളാണ്. അവരോട് ഉപദേശം ചോദിക്കണം. ഇനി സഹപാഠികൾക്കിടയിൽ ഒരു ഹീറോ ആകാൻ, ഒരു സ്റ്റാർ ആകാൻ എന്തൊക്കെ ചെയ്യണം? ഞാൻ വളരെ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഫോളോ ചെയ്യാമോ? ഇൻഷാ അല്ലാഹ്. 1, ഇഫ്ഷാ ഉസ്സലാം, അഫ്ഷുസ്സലാമ ബൈനക്കും. വ്യാപകമായി നാം സലാം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ്. ആ സമയത്ത് മദീനയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. സാമൂഹികമായ ജീർണതകൾ ഉണ്ടായിരുന്നു. ഈ ജീർണതകൾ തിരുത്താൻ നബിതങ്ങൾ ഉപയോഗിച്ച ബെസ്റ്റ് ഫോർമുലയാണ് 1, ഇഫ്ഷാ ഉസ്സലാം. എന്താണ് ഇഫ്ഷാ ഉസ്സലാം? വ്യാപകമായി സലാം പറയുക. വ്യാപകമായി സലാം പറയാം. വല്ലപ്പോഴും സലാം പറയുന്നതിന് പകരം വ്യാപകമായി സലാം പറയാം. രണ്ടാമത്തത്, സലാം പറയുന്നതിലെ പോയിന്റ്, സന്തോഷത്തോടെ മാത്രമേ സലാം പറയാവൂ.
സന്തോഷത്തോടെ സലാം പറയുക. പരസ്പരം സന്തോഷം കൈമാറാൻ വേണ്ടി അള്ളാഹു വെച്ചൊരു മീഡിയയാണ്, ഒരു വസീലയാണ്, ഒരു മാർഗമാണ് സലാം. അപ്പൊ അങ്ങനെ സലാം പറയണം. അങ്ങനെ സലാം പറയുകയാണെങ്കിൽ സലാം പറയുക എന്നത് ഒരു ബെറ്റർ ഫോർമുലയാണ്, ഒരു നല്ല വഴിയാണ്, നല്ല മാർഗമാണ്. രണ്ടാമത്തത് ബസ്തുൽ വജ്ഹ്, അഥവാ നിങ്ങൾ പരസ്പരം മുഖം കൊടുക്കുക, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് എന്ന് പറയാം. പരസ്പരം സന്തോഷത്തോടെ മുഖം നോക്കി സംസാരിച്ച് ശീലിക്കുക. പരസ്പരം ഐ കോണ്ടാക്ട് അതൊരു നല്ല സ്വഭാവത്തിന്റെ ലക്ഷണമാണ്. 3, പരസ്പരം പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുക എന്നത് ഒരു ബെറ്റർ ഫോർമുലയാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മനുഷ്യരായിട്ട് ജീവിക്കാം. നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ, അതായത് ഇതൊരു അടിസ്ഥാന തത്വമാണ്. ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം എന്നും വെരി ഈസിയാണ്, വെരി സിമ്പിളാണ്. ജീവിതം എവിടെ ഈസിയാണ്? ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല നേട്ടങ്ങൾ നേടാൻ ഉള്ള വഴികളെല്ലാം വെരി 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 സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലകൾ ഉപയോഗിച്ചാൽ ജീവിതം കളറാക്കാം. അതുകൊണ്ട് ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സലാം പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? മുഖം നോക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പണി വളരെ കുറവാണ്. ഇനി ഒരു 2 കാര്യങ്ങൾ കൂടി ചെയ്യാം. പറയണോ? 1, മുസാഫഹത്ത്. മുസാഫഹത്ത് അറിയില്ലേ? ഷെയ്ക്ക് ഹാൻഡ്. മുസാഫഹത്ത് സുന്നത്താണ്. പിന്നെ പരസ്പരം അഭിനന്ദിക്കുക. നമ്മൾ തമാശക്ക് പോലും ബാഡ് വേർഡ്സ്, ഖബീഹായ അഖ്വാൽ, മോശം വേർഡ്സുകൾ ഉപയോഗിക്കുക, മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. പകരം നല്ല വാക്ക് ഉപയോഗിക്കുക. നല്ല വാക്കുകൾ പരസ്പരം ഉപയോഗിച്ച് ശീലിക്കുക. അത് കഴിയുന്നതും പ്രകൃതിദത്തമായിരിക്കുക. നല്ല വാക്കുകൾ, നിങ്ങളെ സ്വദേശീയമായ നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പൊ പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ല വാക്കുകൾ പരസ്പരം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതം കളർഫുൾ ആക്കും. വലിയ വിപത്തുകളെ തടഞ്ഞ് ജീവിതം കളറാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന സിമ്പിൾ ഫോർമുലയാണ്. ഈ ഫോർമുല നടപ്പിലാക്കാനുള്ള ഒരു വഴി കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നിങ്ങളുടെ ഇടയിൽ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി സമാജവും സംവിധാനവും ഒക്കെ കാണും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്യാമ്പയിൻ ആചരിക്കുക. ആ ക്യാമ്പയിനിടയിൽ ഇടയ്ക്കൊരു സെമിനാർ സംഘടിപ്പിക്കുക. ആ സെമിനാറിലെ പ്രതിപാദ്യ വിഷയം ഈ 5 കാര്യങ്ങളായിരിക്കുക. അതുപോലെ ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി ഓരോ ഗ്രൂപ്പ് ലീഡേഴ്സ് ഒരു ടാസ്ക് ഏറ്റെടുത്ത് അത് പരസ്പരം ഉണർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ക്യാമ്പസിൽ ഒരു 3 മാസം ക്യാമ്പയിനായി ആചരിച്ചാൽ നിങ്ങളുടെ ഇടയിൽ വ്യാപകമായി ഈ സ്വഭാവം കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ വിദ്യാലയത്തിൽ എപ്പോഴും മനസ്സമാധാനം ഉണ്ടാകും. നമ്മുടെ ക്യാമ്പസിൽ എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാകും. നമ്മുടെ ക്യാമ്പസ് ഒരു ഹാപ്പിനെസ് ക്യാമ്പസായി മാറും. എനിവെയർ, എവ്രിവെയർ, എവിടെയും നിങ്ങൾക്ക് ഇന്നോവേഷൻസ്, പുതുമകൾ കൊണ്ടുവരാൻ കഴിയും. എവിടെയും നിങ്ങൾക്ക് ക്രിയാത്മകത കൊണ്ടുവരാൻ കഴിയും. എവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബാഡ് അഹ്വാലുകൾ, മോശം അവസ്ഥകളെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് എല്ലായിടത്തും നല്ല 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 ഹാപ്പിനെസ് മൊമെന്റ്സ് ഉണ്ടാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതം വളരെ ധന്യമാണ്. ഇനിയും ധന്യമാകും. ഇനിയും ധന്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല ഒരു അറിവിന്റെ വക്താവാകാനും നല്ലൊരു ജീവിതത്തിന്റെ വക്താവാകാനും നല്ല 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 നാളുകളെ നിർമ്മിക്കുന്നവരാകാനും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളുടെ നാട്ടിൽ അലക്ഷ്യമായി നടക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വിഭിന്നമായി നിങ്ങൾ ലക്ഷ്യമുള്ളവരാണ്. കാര്യമില്ലാതെ സമയം ചെലവഴിച്ച് സമയം കളയുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാര്യമായ അർത്ഥമുള്ള വിഷയങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഭാഗ്യമുള്ളവരാണ്. ഭൂമിയിലെ ഏറ്റവും നല്ല ഇടമായ അള്ളാഹുവിന്റെ ഭവനം മസ്ജിദിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരമുള്ളവരാണ്.
അറിവിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും അതുപോലെ നന്മകളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുള്ളവരാണ് നിങ്ങൾ നോക്കൂ, ഞാനൊന്ന് രണ്ടാളെ കൂടെ പരിചയപ്പെടുത്തി ഈ വിഷയം സമാപിപ്പിക്കും. ഇന്ന് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ. അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കീം അൽ അസ്ഹരി, മകൻ പഠിച്ചു വളരുന്ന സമയത്ത് ഡോക്ടറേറ്റ് എടുക്കുന്നു, അതുപോലെ നല്ല വിജ്ഞാനമുള്ളവരാകുന്നു. അന്തർദേശീയമായി പലയിടങ്ങളിൽ നിന്നും വിജ്ഞാനം നേടാനും ഒക്കെ അവസരമുണ്ടാകും. പക്ഷേ ആ മകനെ ഉസ്താദ് എവിടെയാണ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ മകനെ എവിടെയാണ് ഉസ്താദ് വളരാൻ അവസരം കൊടുത്തതും, അല്ലെങ്കിൽ ആ മകൻ വളർന്നതും എവിടെയാണ്? സ്ഥാപനങ്ങളും സംവിധാനങ്ങളും വളർത്തി ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഒരു സംവിധാനം, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംവിധാനം, ആർക്കും കൗതുകത്തോടുകൂടെ നോക്കിക്കാണാൻ പറ്റുന്ന വൈജ്ഞാനിക സംവിധാനങ്ങൾ, അത് സമൂഹത്തിന് മാതൃകായോഗ്യമായ രീതിയിൽ എന്നും ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഇതിഹാസമായി ഓർക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ ഒരു നിർമ്മിതി, വലിയൊരു നിർമ്മാണം, മസ്ജിദുൽ ആഥാർ, മസ്ജിദുൽ ഫുത്തൂഹ്, അതിനോടനുബന്ധിച്ച് വലിയ ഒരു ലോകം തന്നെ, നോളജ് സിറ്റി കണ്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ കാണണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ വലിയൊരു സംവിധാനത്തിന്റെ വക്താവാക്കിയ ആ മോൻ വളർന്ന വക്താവായി. ഇന്ന് കേരളത്തിൽ നിന്ന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ദേശീയ തലത്തിലും അതുപോലെ ഇന്ത്യയുടെ പുറത്ത് അന്തർദേശീയ തലത്തിൽ ഇന്റർനാഷണൽ ലെവലിലും യൂണിവേഴ്സിറ്റികളിൽ പോയി വിജ്ഞാനം നുകരുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ വളർത്തിയെടുത്തത് ഉസ്താദിന്റെ ത്യാഗമാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ഭൗതികത ഏതെങ്കിലും സൗകര്യങ്ങൾക്ക് കുറവുണ്ടോ? ഇല്ല. ഭൗതിക സൗകര്യങ്ങൾ എന്നത് അതൊരു കഴിവൊന്നുമല്ല, അതൊരു സുഖം നൽകുന്ന ഏർപ്പാടുമല്ല. പകരം മനസ്സിനാണ് സുഖം ഉണ്ടാകേണ്ടത്. ത്യാഗങ്ങൾ ഏത് ചെയ്യുമ്പോഴും മനസ്സിന് സുഖം വേണം. ഒരുപാട് കോടീശ്വരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, വലിയ കോടികൾ വരുമാനം വരുന്നവരെയും കാണാം. പക്ഷെ അവരെ പലപ്പോഴും അന്വേഷിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സമാധാനം അവരുടെ കൂടെ കാണില്ല. പക്ഷേ ഈ വലിയ വലിയ സംവിധാനങ്ങൾ കൊണ്ട് നടക്കുന്നവർ, അവർക്ക് ഭൗതിക സുഖങ്ങളോട് പ്രത്യേകിച്ച് ആഭിമുഖ്യങ്ങളൊന്നുമില്ല. ഭൗതിക സുഖങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിനോടൊരു അമിതമായ അത്യാർത്തി അവർക്കില്ല. അവർ സുഖത്തിലാണ്. ഏത് ത്യാഗങ്ങൾക്ക് മുന്നിലും അവർ സുഖത്തിൽ തന്നെയാണ്. ത്യാഗങ്ങൾ അവരുടെ സുഖമാണ്. നിങ്ങളെയും ഞാൻ ആ അർത്ഥത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇതൊരു ത്യാഗമാണ്. നിങ്ങളെപ്പോലെയുള്ള പല വിദ്യാർത്ഥികളും അർത്ഥശൂന്യമായ പലതും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതല്ല ആസ്വാദനം എന്ന് തിരിച്ചറിയാനും യഥാർത്ഥ ആസ്വാദനം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ഒരു അറിവിന്റെ വക്താക്കളാകാൻ തുനിഞ്ഞ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളും ഒരു ത്യാഗിയാണ്, നിങ്ങളും ഒരു പോരാളിയാണ്. ഈ പോരാട്ടം നിങ്ങളുടെ ജീവിത മുഖമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് എൻ്റെ പ്രധാന ഒരു അഭിലാഷ. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളൊക്കെ നല്ലവരാണ്, നല്ലവരാകാനുള്ളവരാണ്, ഉയരങ്ങൾ കീഴടക്കാനുള്ളവരാണ്, സൗഭാഗ്യമുള്ളവരാണ്. ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയെടുക്കാൻ അനിവാര്യമായി ഉണ്ടാകേണ്ട 3 കാര്യങ്ങളെ ഒന്നുകൂടി ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു. നിങ്ങളുടെ പാരന്റ്സ്, മാതാപിതാക്കൾ, അവരെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ഗുരുനാഥന്മാരെ ഇഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ സഹപാഠികളോട് അവരോടുകൂടെ സൗഹൃദങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അത് കഴിവാണ്. വിട്ടുനിൽക്കലും ഒറ്റപ്പെടുക്കലും കഴിവല്ല, ഒറ്റപ്പെടലും കഴിവല്ല. അത് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ സോഷ്യൽ സ്കില്ലാണ്. നിങ്ങൾക്ക് ഈ കഴിവുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥാപനം ഇത്രയും ഉയർന്നു നിൽക്കുന്നത് അനേകം മുഅ്മിനീങ്ങൾ, അനേകം വിശ്വാസികൾ അവരുടെ ഇഷ്ടവും സ്നേഹവും അവരുടെ പിന്തുണയും സഹായവും സഹകരണവും ഒക്കെയാണ്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കലുണ്ടാകും. അള്ളാഹു അവർക്കെല്ലാം നല്ല ധാരാളം ഖൈറുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകാൻ അതിന്റെ മുന്നിൽ നിന്ന് കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട നേതാക്കൾ, പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഹാഫിദ് മുഹമ്മദ് മുസ്ലിയാർ, കൂടെ നമ്മുടെ ബാക്കവി ഉസ്താദ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അങ്ങനെ തുടങ്ങി ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ നേതാക്കൾക്കും ഉസ്താദുമാർക്കും ഒക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾ സ്ഥാപനത്തിന് വേണ്ടിയും സ്ഥാപനത്തിന്റെ ആൾക്കാർക്ക് വേണ്ടിയും സഹകാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്നെനിക്കറിയാം. പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഉണർത്തുകയും ചെയ്യുന്നു. സംസാരം നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.